ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി റൈസ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ റൈസാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ മല്ലിയില, പുതിന അല്ല, ഇത് എൻ്റെ മൈസൂർ മല്ലിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടേ മാത്രം എടുത്താൽ മതി. ഇവിടെ ഇപ്പം നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ എടുത്താണ്. രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ നമ്മൾ എടുത്ത് വെച്ച് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് അവർക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. ഏതൊക്കെയാലും നമ്മൾ ചോറ് വയ്ക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മിക്സും കൂടെ ഒക്കെ ഉണ്ടാക്കി ഒന്ന് കടുക് താളിച്ചെല്ലാം ചേർത്ത് കൊടുത്താച്ചാൽ മതിയേ. അപ്പം വേണ്ട നമ്മൾ ഇതുപോലൊരു പാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, അങ്ങനെ നെയ്യും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം ദേ അതിലേക്ക് കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതേണ്ട നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ മിക്സും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ പച്ചമണവും എല്ലാം ഒന്ന് മാറുന്നിടം വരെ നല്ലപോലെ ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടിപ്പോകരുത്, അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കളറും ഒക്കെ മാറിപ്പോകും. ഇനി നമുക്കൊരു സ്പൂണ് മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇത് രണ്ടും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ. ഒത്തിരി മസാല അത് ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മല്ലിയിലയുടെ ഇതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇത് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാത്രം ചെയ്തിട്ട് ഇനി നമ്മൾക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബസുമതി റൈസോ കൈമ റൈസോ അല്ലെങ്കിൽ പൊന്നിയരിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഏത് റൈസാണോ ഇഷ്ടം അത് നമുക്ക് ഇതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ അതേണ്ടേ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ അതേണ്ടേ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു പച്ച കളറാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു അത്രയ്ക്കൊരു പച്ച കളർ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല പച്ച കളറാണ് നമുക്ക് റൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. നല്ല അടിപൊളി റൈസാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.